എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാൻ ഈ പത്തനംതിട്ടയിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാനും ഒക്കെയുള്ളൊരു അവസരം കിട്ടിയതിൽ ഈ പത്തനംതിട്ട ജില്ലാ KVSൻ്റെ ജില്ലാ കമ്മിറ്റിയോട് അതുപോലെ രാജുവൽ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. നമുക്കല്പം ജീവൻ്റെ ചരിത്രത്തിലൂടെ, ഭൂതകാല ചരിത്രത്തിലൂടെ സഞ്ചരിക്കാം. ഞാൻ ഇത് സംബന്ധമായിട്ട് ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ജീവൻ്റെ ചരിത്രം യുഗങ്ങളിലൂടെ എന്നുള്ളത്. അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. വളരെ പ്രസക്തവും യുക്തിവാദികളായി നാം ഈ കാലത്ത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അതിൽ കിടക്കുമ്പോൾ എനിക്ക് ജസ്റ്റിനോട് ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഈ വിഷയത്തെ ഇത് അവതരിപ്പിക്കുമ്പോഴേ മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നതേ. അപ്പോൾ അതിൻ്റെ അടിത്തറയായിട്ട് ജസ്റ്റിൻ്റെ ആ ഇതില്ലേ ജെനറ്റിക്സ് ഭാഗങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചത് എനിക്ക് വളരെ പാശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുകയാണ് അതിനുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. അതായത് ഭൂമിയിൽ ജീവനും ജീവികളും അതൊക്കെ ഭൂമിയും ഇതൊക്കെ ഉണ്ടായത് നമ്മൾ കരുതുന്നത് പോലെ ഒരു BC 4004 അങ്ങേര് ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ആ അതൊരു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവം എന്നൊക്കെ പറഞ്ഞത് മനുഷ്യൻ്റെ സൃഷ്ടി മാത്രമാണ്. മറിച്ച് ഇപ്പോൾ ജസ്റ്റിൻ പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, അത് പരിണാമമാണ്. പരിണാമത്തിലൂടെയാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. എല്ലാ ജീവികളും നമ്മൾ പഠിക്കേണ്ട, ഈ കാലത്ത് യുക്തിവാദികളെ നമ്മൾ പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ പരിണാമശാസ്ത്രമാണ്, മറ്റൊന്ന് കോസ്മോളജി, പ്രപഞ്ചശാസ്ത്രമാണ്. അതിൽ പരിണാമത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. എന്നെങ്കിലാണ് നമുക്ക് 2025 ഈ ആധുനിക കാലത്തെ യുക്തിവാദത്തിന് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിൽ കടക്കുകയാണ്. ഇതാണ് ഈ ചിത്രം നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാണ് ജീവൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞത്. ജീവൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞത് അതൊരു പരിണാമപരമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു രൂപരേഖയാണ്, ഇതുവരെ വന്നുപോയ ജീവികളുടെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ചെറിയ ബാക്ടീരിയൽ ടൈപ്പ് ജൈവ രൂപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ശേഷം കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ന് കാണുന്ന ജീവികളുടെ രൂപത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചരിത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം അതാണിത്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോൾ വരുന്നു, മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും അറിയാനുള്ള ആകാംക്ഷ. പക്ഷേ അത് പെട്ടെന്നൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ജീവൻ ആരംഭിച്ച് 400 കോടി വർഷം കഴിഞ്ഞിട്ട് മാത്രമാണ് മനുഷ്യൻ രംഗത്ത് വരുന്നത്. അത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ മനോവേഗം, മനസ്സിൻ്റെ വേഗം പരിണാമത്തിനില്ല. അത് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. നമ്മുടെ ഗാലക്സി, അതായത് മിൽക്കി വേ ക്ഷീരപഥം. ഇത് 1,25,000 പ്രകാശവർഷമാണ് അതിൻ്റെ ഈ വ്യാസം എന്നുള്ളത്, അതിൻ്റെ ഡയാമീറ്റർ. അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് പുറത്തേക്ക് 26,000 പ്രകാശവർഷം അകലെ ഒരു ഭാഗത്താണ് നമ്മുടെ സൗരയൂഥം നിൽക്കുന്നത്. ഇതാണ്, അതായത് നമ്മളിപ്പോൾ സൗരയൂഥത്തിൻ്റെ ഉള്ളിലാണ് ഈ മിൽക്കി വേ ഗാലക്സിക്ക് ഉള്ളിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കുക, ഇതാണ് നമ്മുടെ സൗരയൂഥം. സൂര്യനും 8 ഗ്രഹങ്ങളും പിന്നെ കുറേ കൊള്ളിമീനുകൾ, പിന്നെ ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ, ഇതൊക്കെ അടങ്ങിയ വലിയൊരു കൂട്ടം, അതാണ് നമ്മുടെ സൗരയൂഥം. ഇതാണ് നമ്മുടെ സൗരയൂഥം. ഇതിൻ്റെ പ്രായം 460 കോടി വർഷമാണ്. ഇതിൽ 3ാമത്തെ ഗ്രഹമായ ഭൂമിയിലാണ് ജീവിതമുള്ളത്. ഭൂമിയിലാണ് ജീവിതമുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഒരു 225 പ്രകാശവർഷം അകലെയുള്ള ലിയോ നക്ഷത്ര കൂട്ടത്തിൽ ജീവൻ്റെ സാന്നിധ്യം ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പക്ഷെ നമുക്കിന്നറിയാത്തോളം ഭൂമിയിലാണ് ഈ ജീവനുള്ളത്. അത് സംഭവിക്കുന്നത് 460 കോടി വർഷമായി ഈ ഭൂമിയോ അടക്കമുള്ള സൗരയൂഥം രൂപപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ഭൂമി എന്ന ഗ്രഹത്തിലാണ് ഇതെല്ലാം രൂപപ്പെടുന്നത്. ഇനി നമ്മളെ ഈ ജീവൻ്റെ ചരിത്രത്തെ ജിയോളജിക്കൽ ടൈം സ്കെയിലൂടെ, അതായത് ക്രമികമായിട്ട് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ ജീവികൾ രൂപപ്പെട്ടു വന്നിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ ജീവികളും വികസിച്ച് വന്നിട്ടുള്ളത്. ആ ഒരു ചരിത്രത്തെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലൂടെ സഞ്ചരിച്ച് വരാം. പ്രീ കാംബ്രിയൻ യുഗത്തിലേക്ക് സ്വാഗതം. അതായത്
കഴിഞ്ഞ 54 കോടി വർഷം തൊട്ടാണ് ഭൂമിയിൽ ജീവികളെ കാണുന്നത്. ജീവികളെ കാണുന്നത് 54 കോടി വർഷം തൊട്ടാണ്. ജീവികൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കയ്യും കാലും കണ്ണും മൂക്കും എല്ലാമുള്ള ജീവികൾ രംഗത്ത് വരുന്നത് കഴിഞ്ഞ 54 കോടി വർഷം തൊട്ടാണ്. ആ യുഗത്തിനെ കാംബ്രിയൻ എന്നാണ് പറയുക, കാംബ്രിയൻ. പക്ഷേ അതിനു മുമ്പുള്ള കഴിഞ്ഞ 460 കോടി വർഷം തൊട്ട് 400 കോടി വർഷം, ഈ 54 കോടി വർഷം വരെയുള്ള ആ ഒരു വിസ്തൃതമായ കാലയളവിനെ നമ്മൾ പ്രീ കാംബ്രിയൻ എന്നാണ് പറയുന്നത്. അതൊരു ബോറിംഗ് ബില്യൺ അങ്ങനെ പറയാം വെച്ചാൽ വളരെ നമ്മൾ കാണുന്ന ജീവൻ്റെ ചടുലതയൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു കാലയളവാണത്, ഈ പറയുന്ന പ്രീ കാംബ്രിയൻ യുഗം. പക്ഷേ ഈ കാലത്താണ് ജീവികളുടെ 54 കോടി വർഷം തൊട്ട് ജീവികൾ ആരംഭിക്കുന്ന ആ പ്രക്രിയയ്ക്ക് വേണ്ട പാശ്ചാത്യ പ്രവർത്തനങ്ങൾ മുഴുവനും ഈ കാലത്താണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ഓക്സിജൻ തന്നെ ഒരു ഉദാഹരണമാണ്. ഓക്സിജൻ, ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് എങ്ങനെ ഈ കാലഘട്ടത്തിലാണ്. നമുക്കിനി അതിൻ്റെ വിവിധ കാലയളവിലൂടെ ഒന്ന് കടന്നു പോകാം. ഇതിന് ഈ പ്രീ കാംബ്രിയൻ, ഇത് 460 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 400 കോടി വർഷം വരെയുള്ള കാലം, അതിന് ഹഡീൻ ഇയോൺ എന്ന് പറയാം. ഈ ഇയോൺ എന്ന് പറയുന്നത് വലിയൊരു വിസ്തൃതമായ ഒരു കാലയളവിനെയാണ് ഇയോൺ എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ അതിനെ മഹായുഗം എന്ന് മലയാളത്തിലേക്ക് പറയുന്നത്, മഹായുഗം. അപ്പോൾ ഹഡീൻ മഹായുഗം, ഹഡീൻ ഇയോൺ, ഈ കാലത്താണ് ഇത് 460 കോടി വർഷം തൊട്ട് 400 കോടി വർഷം വരെയുള്ള കാലമാണ്. ഈ കാലത്ത് ഭൂമി ആ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഭൂമി, ഈ ദൈവം 6 ദിവസം ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ച് അങ്ങ് എല്ലാ ജീവജാലങ്ങളൊക്കെ അതിൽ രൂപപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആ കള്ളക്കഥയല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതായത് ഈ സമയത്ത് സൗരയൂഥത്തിൽ ധാരാളം ഉൽക്കകളും അതുപോലെ ഈ കൊമറ്റ്സ്, വാൽനക്ഷത്രങ്ങൾ, അവരൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞിങ്ങനെ നടന്നിരുന്നു. പലതിൻ്റെയും ഭ്രമണപഥം ഒക്കെ രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഭൂമിയിൽ വന്ന് ധാരാളം വന്ന് ഇടിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട്, ആ ഇടിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഈ അതിഭീകരമായ ചൂടുണ്ടല്ലോ, ഈ ചൂട് മൂലം ഭൂമി ഒരു ഉരുകിത്തിളച്ച നിലയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഈ കാലത്ത് ഈ ഹഡിൻ ഇയോണിൽ നമുക്ക് ജീവനോ അല്ലെങ്കിൽ മറ്റുള്ള ജല സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ 400 കോടി വർഷം എത്തുമ്പോൾ, ഇനി എല്ലാ കാലം ഇങ്ങോട്ടാണ് വരിക, 400 കോടി വർഷം എത്തുമ്പോൾ സംഗതി മാറ്റം വരുന്നു. അതായത് ഈ ഉൽക്കാപതനങ്ങളൊക്കെ കുറഞ്ഞ് അവിടെ ഭൂമി മെല്ലെ തണുക്കാൻ തുടങ്ങുന്നു, മെല്ലെ തണുത്ത് രൂപപ്പെടാൻ. അപ്പോൾ അതോടുകൂടി മറ്റൊരു യുഗം ആരംഭിക്കുകയാണ്. അതാണ് ആർക്കിയൻ ഇയോൺ. ആർക്കിയൻ യുഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 400 കോടി വർഷം തൊട്ട് തുടങ്ങി കഴിഞ്ഞ 250 കോടി വർഷം വരെയുള്ള കാലം. അതാണ് ആർക്കിയൻ മഹായുഗം എന്ന് പറഞ്ഞത്. ഈ കാലത്താണ് ജീവൻ ആദ്യമായിട്ട് ഭൂമിയിൽ രൂപം കൊള്ളുന്നത്. ഭൂമിയിൽ ജീവൻ രൂപം കൊള്ളുന്നത് പറയുമ്പോഴേ വളരെ ശ്രദ്ധിക്കണം. അത് ആനമയിലൊട്ടകങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഒരു ജീവിയും ഇല്ല, മറിച്ച് ബാക്ടീരിയൽ ടൈപ്പ് അതിസൂക്ഷ്മമായ ജീവരൂപങ്ങളാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് സാവധാനത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഭൂമി തണുക്കുന്നു, അതുപോലെ തണുത്തപ്പോൾ മഴ ധാരാളമായി പെയ്തിറങ്ങി അവയൊക്കെ താഴ്ന്ന ഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ടു. അങ്ങനെ അത് സമുദ്രങ്ങളായി രൂപാന്തരം കൊണ്ടു. പിന്നെ സാവധാനത്തിൽ അന്തരീക്ഷം രൂപപ്പെടാൻ തുടങ്ങുകയാണ്. ഇതാണ് ഈ ആർക്കിയൻ, അതായത് കഴിഞ്ഞ 400 കോടി വർഷം തൊട്ട് 250 കോടി വർഷം വരെയുള്ള ഈ കാലം ഭൂമിയുടെ ജാതകമാണത്. ഇതിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ അധികമൊന്നും പോവാത്തത് കൊണ്ട് പലർക്കും അന്താളിപ്പാണ് ഉണ്ടാകുന്നത്. ഇതാണ് ജീവൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞത്, ആദ്യത്തെ ഫോസിൽ എന്നൊക്കെ പറയാവുന്നത്. അതായത് 370 കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സൈനോ ബാക്ടീരിയയുടെ ഒരു കൂട്ടം, അതിൻ്റെ സ്ട്രൊമാറ്റോലൈറ്റ് എന്നാണ് പറയുന്നത്. ഇത് 2016 കണ്ടെത്തിയത്, ഗ്രീൻലൻഡിൽ നിന്നാണ് കണ്ടെത്തിയുള്ളത്. അവിടെ നിന്നാണ് ഈ ജീവൻ. അത് നമുക്ക് ഇതിനു മുമ്പ് തന്നെ, അതായത് ഈ 385 കോടി വർഷം മുമ്പ് തന്നെ ജീവൻ്റെ ലക്ഷണങ്ങളടങ്ങിയ ഒരുപാട് പാറകൾ ഈ പറയുന്ന ഈ ഗ്രീൻലൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സയൻറ്റിസ്റ്റുകൾ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ 400 കോടി വർഷത്തിന് ശേഷം ഭൂമിയിൽ ജീവൻ ആരംഭിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ആദ്യത്തെ ലക്ഷണം ഇതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ടീരിയൽ ടൈപ്പുള്ള സാധനങ്ങളാണ് എന്നുള്ളത്. ഇനി ആദിമ അന്തരീക്ഷം രൂപപ്പെടുകയാണ്. നമ്മൾ നോക്കുക, ആദിമ അന്തരീക്ഷത്തിൽ നമ്മളീ പറഞ്ഞ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് സ്വതന്ത്ര ഓക്സിജൻ ഇല്ല എന്നുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്,
നീരാവി ഉണ്ട്, പിന്നെ മീഥേൻ, അമോണിയം, ഹൈഡ്രജൻ സൾഫൈഡ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വതന്ത്രമായ ഓക്സിജൻ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നല്ലേ, ഇന്ന് നമുക്ക് ശ്വസിക്കുവാൻ ജീവികൾ നിലനിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ശ്വസിക്കാൻ നമുക്ക് ഇന്ന് 21% ഓക്സിജൻ ഉണ്ട് അന്തരീക്ഷത്തിൽ, സ്വതന്ത്രമായ ഓക്സിജൻ. പക്ഷേ ഓക്സിജനാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ അത് ജലമായിട്ടും പിന്നെ ഹൈഡ്രജൻ ചേർന്ന് ജലമായിട്ടും പിന്നെ സിലിക്കണായി ചേർന്ന് സിലിക്കേറ്റുകളൊക്കെ പാറകളൊക്കെ ആയിട്ടും അങ്ങനെ മാറി രൂപാന്തരപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഇല്ല. അതായത് ജീവികളൊന്നും ദൈവ സൃഷ്ടികളല്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സംഗതി. ദൈവത്തിൻ്റെ റോളില്ല, മറിച്ച് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇത് ജീവികൾ തന്നെയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറയ്ക്കുന്നത്. ഓക്സിജൻ ഭൂമിയിൽ നിറയ്ക്കുന്നത് ജീവികൾ തന്നെയാണ്. ആ പ്രക്രിയ നമുക്ക് നോക്കാം. അപ്പോഴേക്കും ശരിക്കും ആ യുഗം, ആ ആർക്കിയൻ യുഗം അവസാനിക്കുകയാണ്. അടുത്ത ഘട്ടമായ പ്രൊട്ടീറോസോയിക് മഹായുഗം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 250 കോടി വർഷം തൊട്ട് തുടങ്ങി കഴിഞ്ഞ 54 കോടി വർഷം വരെയുള്ള കാലമാണ് ഈ പ്രൊട്ടീറോസോയിക് എന്നുള്ളത്. ഈ സമയത്താണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ ഈ പ്രകാശ സംശ്ലേഷണം, നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചതാണ്. അന്തരീക്ഷത്തിൽ അതായത് ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. അതിന് ബ്ലൂ ഗ്രീൻ ആൽഗ എന്നാണ് അതിന് ആദ്യം പറഞ്ഞത്, ഇപ്പോൾ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലോറോഫിൽ, അതായത് ഹരിതകം ഉണ്ട് ഈ അതിസൂക്ഷ്മ ജീവിക്ക്. അത് സൂര്യപ്രകാശത്തിലെ സൺലൈറ്റ് എനർജിയെ പിടിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ ആഹാരം ഉണ്ടാക്കും. അതാണ് ഗ്ലൂക്കോസ്. ആ പ്രക്രിയയിൽ 6 ഓക്സിജൻ്റെ തന്മാത്രകൾ റിലീസാവും. അങ്ങനെയാണ് വളരെ വളരെ സാവധാനത്തിൽ അന്തരീക്ഷത്തിലേക്ക് ഈ പ്രകാശ സംശ്ലേഷണം വഴി ഓക്സിജൻ നിറയുന്നത്. 300 കോടി വർഷങ്ങളെടുത്തു. 300 കോടി വർഷങ്ങളെടുത്തു അന്തരീക്ഷത്തിൽ വേണ്ടത്ര ഓക്സിജൻ രൂപപ്പെടുന്നതിന്, ജീവികൾ വികസിച്ച് വരുന്നതിനും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ 5000 വർഷത്തിനും 7-ാം നൂറ്റാണ്ടിനും ഉണ്ടായ ദൈവം അടിച്ചു കൊണ്ടുപോയി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ വസ്തുത മനസ്സിലാക്കണം. അതായത് ജീവികൾ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ട അതിപ്രധാനമായ ഓക്സിജനെ, സ്വതന്ത്ര ഓക്സിജൻ അങ്ങനെ പറയില്ല, നാം പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം, സ്വതന്ത്ര ഓക്സിജനെ അന്തരീക്ഷത്തിൽ നിറച്ചത് ജീവികൾ തന്നെയാണ് ഈ പ്രകാശ സംശ്ലേഷണത്തിൽ. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ജീവൻ്റെ ആദ്യത്തെ ഈ നമ്മൾ പറയുന്ന പ്രൊകാരിയോട്ട്, യൂകാരിയോട്ട് എന്നൊക്കെ പറഞ്ഞ ജീവരൂപങ്ങളൊക്കെ വരും. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ 54 കോടി വർഷം എത്തുമ്പോഴേക്കും ഈ ബഹുഭാഷ ജീവികളുടെ പ്രാരംഭമൊക്കെ വരും. അത് നമ്മൾ വീണ്ടും കാണുകയാണ് 60 കോടി വർഷം എത്തുമ്പോൾ ഇടിയക്കാരൻ ഫോസിൽ എന്ന് പറയും. അത് ആസ്ട്രേലിയയിൽ നിന്ന് കിട്ടിയുള്ള ഒരു ഫോസിൽ ശേഖരമാണ്. ഇതിൻ്റെ ഫോസിലല്ല, അതായത് ഏതോ ഒരു ജൈവരൂപം, വേണ്ടത്ര ഈ കവചങ്ങളും ഇതൊന്നും ഇല്ലാത്ത ഒരുതരം ജൈവരൂപങ്ങളാണ് ഇവർ ചത്തിട്ടേ പാറയിൽ അടിഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് അടിഞ്ഞു കൂടി. അതാണ്, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൃത്യമായി ജീവികളാണോ എന്നുള്ള പോലും നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും പഠനം നടക്കുന്ന മേഖലയാണ്. പക്ഷെ ആദ്യമായിട്ട് കിട്ടുന്നത് ഇതാണ്. അപ്പോൾ ഇത് 60 കോടി വർഷം 60 കോടി വർഷം തൊട്ട് തുടങ്ങുന്ന വെൻഡിയൻ എന്ന് പറഞ്ഞ കാലമുണ്ട്. അത് നമ്മുടെ ഈ പ്രൊട്ടീറോസോയിക്കിലെ ഒരു അവസാനത്തെ പീരീഡാണ്. ആ കാലത്താണ് ഈ ജൈവരൂപങ്ങൾ വരുന്നത്. ഇനി ഓക്സിജനൊക്കെ ആയി ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആണ് എക്സ്പ്ലോഷൻ. അതായത് ഈ 54 കോടി വർഷത്തോടെ ഈ പ്രീ കാംബ്രിയൻ എന്ന് പറഞ്ഞ ആ മഹായുഗം അവസാനിച്ചു. ഇനി ജീവികളുടെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ജീവികളുടെ ലോകത്തേക്ക് 54 കോടി വർഷം തൊട്ട് ഇങ്ങോട്ടുള്ള കാലത്ത് ഫെനിറോസോയിക് പീരീഡ്, ഇയോൺ എന്ന് പറയും. അതിൽ 3 മഹായുഗങ്ങളുണ്ട് അതിനകത്ത്. പാലിയോസോയിക്ക്, മെസോസോയിക്ക്, പിന്നെ സീനോസോയിക്ക്. പാലിയോസോയിക്ക് മഹായുഗം എന്ന് പറഞ്ഞാൽ ഈ പഴയകാല ആദ്യകാല ജീവികളെന്നർത്ഥം. നമുക്ക് അവരെ കൃത്യമായിട്ട് വഴിയെ കാണാം. പിന്നെ മെസോസോയിക്ക് എന്ന് പറഞ്ഞാൽ മധ്യകാല ജീവികൾ, ഡിനോസറൊക്കെ വരുന്നതാണ്, അതും കാണാം നമുക്ക്. പിന്നെ സീനോസോയിക്ക് എന്ന് പറഞ്ഞാൽ ആധുനികകാല ജീവികൾ, സസ്തനികൾ. അതിൽ ഇന്നത്തെ പ്രമാണികൾ മനുഷ്യൻ. അപ്പോൾ ആ ഓർഡറിൽ കൂടെ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിനി പാലിയോസോയിക്കിലേക്ക് പോണത് അതായത് ഓർക്കുക പഴയകാല ജീവികൾ. അതിൽ പാലിയോസോയിക്കിൽ 6 യുഗങ്ങളുണ്ട്. കാംബ്രിയൻ, ഓർഡോവിഷൻ, സിലൂറിയൻ, ഡെവോണിയൻ, കാർബണിഫറസ്, പെർമിയൻ, അങ്ങനെ 6 പീരീഡുകളുണ്ട്. അതായത് കഴിഞ്ഞ 54 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 25 കോടി വർഷം വരെയാണ് ഈ പറയുന്ന പാലിയോസോയിക് എന്നുള്ളത്, പഴയകാല ജീവിതം. ആ ജീവികളിലെ ഇനി കാംബ്രിയൻ തൊട്ടുള്ള ഇത് നമുക്ക് കാണാം. അപ്പം നമുക്കെല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും, എന്താണ് ആദ്യത്തെ ജീവികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആദ്യത്തെ ജീവികൾ ഇതുപോലെ ഇരിക്കും. ഈ 54 കോടി ഇതിൽ നമ്മൾ പറഞ്ഞതാണ് ആ ജീവികൾ ഇതാണ്, കാണുന്നുണ്ടല്ലോ. അത് ഇത് ഫോസിലിൽ നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ചിത്രങ്ങളാണിത്. ഇതിൽ ഈ
ഇവരൊക്കെ ഉണ്ടല്ലോ നട്ടല്ലില്ലാത്ത ജീവികളാണ്. അതായത് ആദ്യത്തെ നട്ടല്ലില്ലാത്ത ജീവികളാണ് ഇവരെല്ലാം. മാത്രമല്ല ശരിക്കും ജീവിതം മത്സരം അവിടെ തുടങ്ങിയാണ്. ജീവിതം മത്സരം തുടങ്ങിയാണ് അവിടെ. അതായത് സസ്യബുക്കുകളും മാംസബുക്കുകളും. ഇതിൽ ആ സൈഡ് ഏറ്റവും ഈ ഇടത്തേറ്റത്ത് കാണുന്ന ജീവിയാണ് ട്രൈലോബൈറ്റ് എന്ന് പറയും. മറ്റേ അതിൻ്റെ ഇരുത്തുള്ള നീല നിറത്തിൽ കാണുന്ന ജീവി അനോമലക്കാരിസ് എന്നാണ് പറയുക. ആ ജീവി അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാംസബുക്കാണ്. ഇന്നിപ്പോൾ ഒരു കടുവ, സിംഹം എന്നൊക്കെ നമ്മൾ ഈ കാലത്ത് പറയില്ലേ, അതുപോലത്തെ 54 കോടി വർഷം മുമ്പത്തെ ഏറ്റവും വലിയ മാംസബുക്കുകളിലൊന്നാണ് ഈ പറഞ്ഞ അനോമലക്കാരിസ്, ആ നീല പച്ച ഇതിലുള്ളത്. ബാക്കി ഇത് അപ്പോൾ ഇതാണ് നമ്മൾ കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നുള്ള വാക്കുകളാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഞാനീ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളത് നെറ്റിൽ കയറി പരിശോധിക്കണം കേട്ടോ. ചുമ്മാ അങ്ങോട്ട് കേട്ടിരുന്ന പോരാ, നെറ്റിൽ കയറി പരിശോധിക്കാം കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്താണെന്നുള്ളത്. അതിൻ്റെ എല്ലാം കാരണങ്ങൾ കൂടെ അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നോക്കാം, ഇതാണ് നാം കണ്ട ട്രൈലോബൈറ്റ് എന്ന് പറഞ്ഞ ജീവി. ഈ പാലിയോന്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോസിലുകൾ പഠിക്കുന്ന ശാസ്ത്രകാരന്മാരാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിയാണ് ഈ പറയുന്ന ട്രൈലോബൈറ്റ്. ഇത് കിട്ടുന്ന ഫോസിൽ ശേഖരമാണ് ഇവിടെ ഈ കാനഡയിലുള്ള ബർജഷൈൽ ഫോസിൽ സൈറ്റ്. ഇതാണ് ഈ എക്സ്പ്ലോഷൻ. അതിനൊക്കെ ചെറിയ ജീവികളാണ്, നട്ടലില്ലാത്ത ചെറിയ ജീവികൾ. 6 സെൻറ്റിമീറ്റർ ഒരു 10 സെൻറ്റിമീറ്റർ അത്തരത്തിലേക്ക് വലിപ്പമുള്ളൂ. വേറെ ജീവികളൊന്നും ഈ കാലത്ത് വരുന്നില്ല. പക്ഷേ ഈ കാലത്ത് നട്ടലില്ലാത്ത ജീവികളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് നോക്ക്, നമ്മൾ നട്ടലുള്ള ജീവികൾക്കല്ലേ പ്രാധാന്യം. നമ്മളൊക്കെ നട്ടലുള്ളവരാണ്. നട്ടലുള്ള ജീവികൾ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? മത്സ്യങ്ങൾ, ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ ഈ തവള ഇതൊക്കെ ഇന്നത്തെ, പിന്നെ ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ, ഇങ്ങനെയാണ് നട്ടലികളുടെ ഓർഡർ. ഇവരാരും ഈ പറയുന്ന ഈ കാംബ്രിയൻ കാലത്തില്ല. മാത്രമല്ല നട്ടലില്ലാത്ത ജീവികളാണ്. നട്ടലില്ലാത്ത ജീവികൾ എന്ന് പറഞ്ഞാൽ തേരട്ട, വണ്ട്, തേള് സാധനങ്ങളൊക്കെ ഇല്ല. അതൊക്കെ അവർ ഇന്നത്തെ പ്രതിനിധികൾ. ഇവരാണ് അന്നുള്ളത്. പക്ഷേ ഇന്ന് നട്ടലുള്ള ജീവികളാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ശരിക്കും ദൈവവിശ്വാസമൊക്കെ ആവിയായി പോകേണ്ടത്. ഈ ജസ്റ്റിൻ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ജെനറ്റിക് വശം പറഞ്ഞു. ഞാൻ അതിൻ്റെ ഫിനോടൈപ്പ്, അതിൻ്റെ ജീവികളായി രൂപപ്പെടുന്നതിൻ്റെ കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജസ്റ്റിന് പറഞ്ഞത് അത് എനിക്ക് സഹായകമാകുന്നുള്ളത്. എങ്ങനെയാണ് നട്ടലുള്ള ജീവികൾ ഉണ്ടാകുന്നത്? ഇതാണ് സംഭവം. അതായത് ഇവിടെ ദൈവവും പിശാചൊന്നും ഇല്ല. സംഭവം ഇതാണ്. അതായത് എല്ലാ നട്ടലില്ലാത്ത ജീവികൾക്കും അവയുടെ ബോഡി പ്ലാൻ എല്ലാവർക്കും, അതായത് നമുക്കും എല്ലാ ജീവികൾക്കും അവയുടെ ബോഡി ഡിസൈൻ ചെയ്യുന്ന ഒരു ബോഡി പ്ലാൻ ഉണ്ട്. അതൊരു ഹോക്സ് ജീനുകൾ എന്നാണ് ആ ബോഡി ഡിസൈൻ ചെയ്യുന്ന ഇതിനെ പറയുക. അതായത് ഇപ്പോൾ നോക്കുക, എൻ്റെ കഴുത്തിന് മുകളിൽ എൻ്റെ ശിരസ്സുണ്ട്, തലയുണ്ട്, അതിൽ വായുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, പിന്നെ എൻ്റെ കൈകൾ, എൻ്റെ മുൻവശം, പിൻവശം, ഈ സൈഡ് വശം, പിന്നെ ഉച്ചി, പാദം, എങ്ങനെ ഇപ്പോൾ ഇതുണ്ടല്ലോ. അതാണ് ബോഡി പ്ലാൻ എന്ന് പറഞ്ഞത്. ഈ ബോഡി പ്ലാൻ അവിടെയാണ് ഇതിൻ്റെ പ്രധാനം കിടക്കുന്നത്. ഈ ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നതേ ഈ നട്ടലില്ലാത്ത ജീവികൾ എന്ന് പറഞ്ഞില്ല. അതിപ്പോൾ നമ്മുടെ ഇതാണ്, അതായത് നമ്മുടെ ഈച്ചേനെ കാണിച്ചിട്ടുള്ളത് നട്ടലില്ലാത്ത ജീവി. അപ്പോൾ അവരുടെ ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നത് 10 ഹോക്സ് ജീനുകളാണ്. അതൊരു സെറ്റാണത്. ആ ഒരു സെറ്റ് ഹോക്സ് ജീനുകളാണ് ഈ നട്ടലില്ലാത്ത ജീവികളുടെ ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നത്. അത് അന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എങ്ങനെ നട്ടലുള്ള ജീവികൾ ഉണ്ടായെന്നാണ് നമ്മൾ കിടക്കുന്നത്. അതായത് ഈ നട്ടലില്ലാത്ത ജീവികളുടെ ഈ 10 ഓക്സിജനുകളുണ്ടല്ലോ, ഞാൻ ജെനറ്റിക്സിൻ്റെ സങ്കീർണതയിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഈ ജീനുകൾ ഒരു സെറ്റാണ്. ഈ ഒരു സെറ്റ് ജീൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്, അതായത് അതിൻ്റെ വേറെ പകർപ്പുകൾ ഉണ്ടാക്കി, വേറെ കോപ്പി ഉണ്ടായി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 2 സെറ്റായിട്ട് മാറി. അത് 53 കോടി വർഷം തൊട്ടാണ് ആരംഭിക്കുന്നത് ആ പകർപ്പ്. പിന്നീട് ആ 2 സെറ്റുകൾ എന്നുള്ളത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് 4 സെറ്റായി മാറി. ആ 4 സെറ്റായി മാറിയത് സംബന്ധിച്ചപ്പോഴാണ്, അതായത് ഇന്നത്തെ എല്ലാ നട്ടലുള്ള ജീവികൾക്കും, അതായത് നാം പറഞ്ഞ മത്സ്യങ്ങളായാലും ഉഭയജീവികളായാലും പക്ഷികളായാലും ഉരകങ്ങളായാലും സസ്തനികളായാലും എല്ലാവരും ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നത് ഈ ഓക്സിജനുകളാണ്. എല്ലാവർക്കും ഒരേ ഓക്സിജനാണ്. എല്ലാ നട്ടലികൾക്കും ഒരേ ഓക്സിജനാണ്. ഇതാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് അത് മാസ്റ്റർ ജീനുകളാണ്. അതായത് പെട്ടെന്ന് മനസ്സിലാക്കത്രേ ഉള്ളൂ. അവർക്ക് ഈ ഒരു കൂട്ടം ജീനുകളെ എപ്പോൾ ഓൺ ആവണം, നമുക്ക് കുറച്ചത് കണ്ടല്ലോ, അതുപോലെ എപ്പോൾ ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം എന്ന് കൃത്യമായിട്ട് അവരാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ
വ്യത്യസ്ത ജീനുകൾ, ഈ ഹോക്സ് ജീനുകൾ വ്യത്യസ്ത ജീനുകളെ ഇങ്ങനെ ഓൺ ഓഫ് ആക്കി വരുന്നത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത നട്ടെല്ലി രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വ്യത്യസ്ത നട്ടെല്ലികൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ നട്ടെല്ലില്ലാത്ത ലോകത്തും ഈ 10 ഹോക്സ് ജീനുകൾ ഉണ്ടെങ്കിലും അവ നിശ്ചയിക്കുന്ന ജീനുകൾ പലരും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് പലതരം നട്ടെല്ലില്ലാത്ത ജീവികൾ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ മൂല കാരണം. അതായത് നമ്മളുടെ ഓക്സിജൻ സെറ്റും നമുക്ക് 4 സെറ്റിലായിട്ട് 39 ഓക്സിജൻ ഉണ്ട്. അത് തന്നെയാണ് നട്ടലില്ലാത്ത ജീവികളുടെ ഓക്സിജൻ സെറ്റും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് വന്നത് കൊണ്ടാണ്. അതാണ് നമ്മൾ ആദ്യം കണ്ടില്ലേ, ഏറ്റവും ജീവൻ്റെ വൃക്ഷത്തിൽ കണ്ടില്ലേ, ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് ബാക്ടീരിയ ടൈപ്പിൽ നിന്നാണ് വ്യത്യസ്ത ജീവികൾ രൂപപ്പെടുന്നത്. അതാണ് അതിൻ്റെ സത്യം. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണത്. നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ ദൈവവിശ്വാസം തന്നെ ആവിയായി പോകും എല്ലാവർക്കും. നമ്മൾ പഠിക്കാത്തത് നമ്മുടെ ദോഷമാണ്. അപ്പം ഇനി നമ്മൾ നട്ടല്ലില്ലാത്ത ജീവികളുടെ ചരിത്രത്തിലേക്കാണ് കടക്കുന്നത്. നമ്മളെങ്ങനെ വന്നു, നമ്മളെല്ലാവരും ആകാംക്ഷ മനുഷ്യൻ രൂപപ്പെട്ട് വന്നതാണല്ലോ, നമ്മളതിലേക്ക് തന്നെ പോകുന്നത്. ഇതാണ് ആദ്യത്തെ നട്ടല്ലിയായിട്ട് നമ്മളിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഈ പറഞ്ഞ നേരത്തെ കാണിച്ച ഈ കാനഡയിലെ ബർജർഷെൽ ഫോസിൽ സൈറ്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നട്ടെല്ലികളുടെ രൂപം തുടങ്ങി എന്ന് വെച്ചിട്ട് ഈ ആദ്യമായിട്ട് ഇങ്ങനെ മത്സ്യങ്ങൾ ഉള്ളായി നട്ടെല്ലി അവരങ്ങോട്ട് സമുദ്രം പെരുകുന്നു എന്നൊന്നും അർത്ഥമാക്കേണ്ട കേട്ടാ. വളരെ സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. ആ പ്രക്രിയ തുടങ്ങുകയായി. ഇനി നമ്മൾ അടുത്ത പീരീഡിൽ കിടക്കുകയാണ്. അതിന് ഓർഡോവിഷൻ എന്ന് പറയും. കഴിഞ്ഞ 49 കോടി വർഷം തൊട്ട് 44 കോടി വർഷം വരെ. ഇതിലേ ഞാനിങ്ങനെ പീരീഡ് പറയുമ്പോഴേ ഒരു കാര്യം ഇവിടെ നിങ്ങൾ പറയേണ്ടതുണ്ട്. അത് ഇംഗ്ലീഷുകാർ അവർ ഈ മില്യൺസ് വർഷത്തിലെ പറയുക, ദശലക്ഷത്തിലെ പറയുക. പക്ഷെ നമുക്ക് ദശലക്ഷം കണക്കൂട്ടി എടുക്കുമ്പോൾ ഒത്തിരി പണിയാണ്. നമുക്ക് കോടിയിൽ പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനത് കോടിയിലാക്കിയിട്ടുണ്ട്. കോടിയിലാക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഓർഡോവിഷൻ എന്ന് അടിച്ചാൽ വേറെ അല്പം 49.8 എന്നൊക്കെ കാണിക്കും. അതായത് 496 മില്യൺ എന്നൊക്കെ കാണിക്കും. പക്ഷെ ഞാൻ പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് 49 കോടി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞില്ല എന്ന് പറയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. അപ്പോൾ 49 കോടി വർഷം തൊട്ട് 44 കോടി വർഷം വരെയുള്ള ഓർഡോവിഷൻ പീരീഡിൽ ഇതാണ് ജീവികൾ. അവിടെ ഒന്നുമില്ല വേറെ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇനി നമ്മൾ മറ്റൊരു സംഭവം മനസ്സിലാക്കാം. അതായത് ജീവികളുണ്ടാവുന്നു, അവർ പതിയെ വികസിക്കുന്നു, നട്ടെല്ലുകളൊക്കെ ഉണ്ടാവുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ആ പോക്ക് സുഖമായ രീതിയിലുള്ള പോക്കല്ല. അതിൻ്റെ ഇടയിൽ മാസ് എക്സ്റ്റിങ്ഷൻ, അതായത് കൂട്ടവംശവിനാശം എന്നൊരു പ്രക്രിയയുണ്ട്. ജീവികളെ കൂട്ടത്തോടെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവർത്തനം, അതാണ് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞത്. ഒരുപാട് എക്സ്റ്റിങ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ 5 എണ്ണം മാരകമാണ്, അതിൽ 1 എണ്ണം അതിമാരകമാണ് ജീവൻ്റെ ചരിത്രത്തിൽ. അങ്ങനത്തെ ഒരു കൂട്ടവംശവിനാശം ഈ ഓർഡോവിഷൻ പീരീഡിൽ സംഭവിക്കുന്നു. കഴിഞ്ഞ 49 കോടി വർഷം മുമ്പ് അന്നുണ്ടായിരുന്ന ജീവികളിൽ 85% ജീവികളും തീർന്നു പോയി. ഇതിൽ പല കാരണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് ഗ്ലോബൽ കൂളിംഗ് ആണ് അധികം സംഭവിക്കുന്നത്. പിന്നെ ഉൽക്കകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതിലേക്ക് വരുന്നുണ്ട്. ഉൽക്കയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അതിലേക്ക് വരാൻ നമുക്ക്. അപ്പോൾ ഓർഡോവിഷൻ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ വേഗം പോവുകയാണ് കേട്ടോ. ഇതാണ് അടുത്ത പീരീഡ്, ഈ സിലൂറിയൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പാലിയോസോയിക്കിലാണ്. 44 കോടി വർഷം തൊട്ട് 41 കോടി വർഷം വരെയുള്ള കാലത്താണ് സിലൂറിയൻ എന്ന് പറയുന്നത്. ഈ സമയത്താണ് സസ്യങ്ങൾ കരയിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് മുമ്പത്തെ ഇതിൽ പ്രവേശിക്കുന്നുണ്ട്, ഓർഡോവിഷൻ യുഗത്തിൽ പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായി സസ്യങ്ങൾ കരയിലേക്ക് വ്യാപിക്കുന്നത് ഈ പറയുന്ന സിലൂറിയൻ യുഗത്തിലാണ്. അന്ന് മത്സ്യങ്ങളുണ്ട്, ധാരാളം മത്സ്യങ്ങളൊക്കെ ആയി തുടങ്ങി. ഇത് ചൈനയിൽ നിന്ന് കിട്ടിയുള്ള ഒരു ഫോസിലാണ്. 43 കോടി വർഷമാണ് അതിൻ്റെ പഴക്കം ഉള്ള ഈ പറയുന്ന ജീവിയുടെ. അപ്പോൾ ഒന്നാമത്തെ കൂട്ടവംശവിനാശം കഴിഞ്ഞ് നമ്മൾ ചരിത്രത്തെ വീണ്ടും മനസ്സിലാക്കുകയാണ്. ഇനി അടുത്ത പീരീഡ് ഡവോണിയൻ യുഗം. കഴിഞ്ഞ 41 കോടി വർഷം തൊട്ട് 36 കോടി വർഷം വരെയുള്ള കാലം, അതാണ് ഡവോണിയൻ എന്നുള്ളത്. ഈ സമയത്താണ് ജീവികൾ കരയിലേക്ക് പ്രവേശിക്കുന്നത് ഈ സമയത്താണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. കരയിലെ മത്സ്യം പെട്ടെന്ന് കയ്യും കാലും വെച്ച് അങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് ഓടി കയറിയതല്ല. കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത, ഇപ്പോൾ ജസ്റ്റിൻ നേരത്തെ വിശദീകരിച്ച ജെനറ്റിക്സാണ് അവിടെ കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് പറയാൻ ഇപ്പോൾ സമയമില്ല. ഞാൻ ആ ഫലം ആണ് കാണിക്കുന്നത്. ഇത് ടിക്താലിക് എന്നാണ് പറയുന്നത്. 2006
ഈ ഗ്രീൻലാൻഡിൽ വെച്ചിട്ടാണ് ഈ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ളത്. ലിൽ ഷോബിൻ എന്ന് പറയുന്ന അമേരിക്കൻ പാലിയോന്തോളജിസ്റ്റാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതാണ് കരയിലേക്ക് കയറി വരുന്ന ഒരു കൂട്ടം ജീവികളുണ്ട്, കുറേ ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ജീവിയുടെ ഫോസിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് ഈ ഡെവോണിയൻ യുഗത്തിൽ 37 കോടി വർഷം തൊട്ട് ജീവികൾ കരയിലേക്ക് പതിയെ പ്രവേശിക്കാൻ തുടങ്ങുന്നു. ഡെവോണിയൻ യുഗത്തിലെത്തിയപ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറി, വീണ്ടും ഒരു കൂട്ടവംശവിനാശം. അത് അന്ന് 75% ജീവികളും ചത്തുപോയി, അധികം മത്സ്യങ്ങളും ഒക്കെ പോയി. വീണ്ടും വന്നു മാരകമായ കൂട്ടവംശവിനാശം. ഇനി നമ്മൾ കാർബോണിഫറസ്, അടുത്ത യുഗം. ഈ ഡെവോണിയൻ യുഗത്തിന് മറ്റൊരു പേര് ഇതുണ്ട് കേട്ടോ, അതായത് ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയാം. അതായത് ഈ മത്സ്യങ്ങളുടെ അതായത് നട്ടെല്ലുകളുടെ ഓർഡർ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ആദ്യത്തെ ജീവികളുടെ പ്രതാപകാലമാണ് ഡെവോണിയൻ യുഗം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത കാർബോണിഫറസ് എന്ന യുഗത്തിലേക്ക് കിടക്കുകയാണ്. അത് 36 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 29 കോടി വർഷം വരെയുള്ള കാലം. ഈ സമയത്താണ് ഈ ഭൂതലത്തിൽ നിറയെ സസ്യങ്ങൾ പെരുകുന്നത്. നമ്മളിപ്പോഴേ ഈ കൽക്കരി എടുക്കുന്നുണ്ടല്ലോ, ഈ കൽക്കരി ഉണ്ടാകുന്നത് ഈ കാലത്താണ്. അതായത് കൂറ്റൻ മരങ്ങൾ ആ കാലത്തുണ്ട്. ഈ ഡെവോണിയൻ യുഗത്തിലും കാർബോണിഫറസ് യുഗത്തിലും ഭീകരമായ ഈ ഭൂമി നിറയെ വനങ്ങളാണ് അന്ന്. അത് ഈ മരങ്ങളൊക്കെ ഒരു ഘട്ടം വരെ ജീവിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ വീഴുമല്ലോ. അപ്പോൾ ചതുപ്പിലും മറ്റും ഇതിലൊക്കെ വീണ് അതിൻ്റെ മുകളിൽ വീണ്ടും വീണ് അങ്ങനെ വീണ് ആ സമ്മർദ്ദം ഒരു അടിയിലേക്ക് പോയി. അങ്ങനെ ലക്ഷക്കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് കിട്ടുന്ന കൽക്കരി കിട്ടുന്നത്. നമ്മളാരെങ്കിലും അറിയുന്നുണ്ടോ എടുത്തിട്ട് കത്തിക്കുമ്പോൾ എങ്ങനെ സംഭവിച്ചതെന്ന്? നമ്മൾ പലരും ഇതും നമുക്ക് ദൈവം മുൻകൂട്ടി വെച്ചതാണെന്ന്. സത്യം അവിടെ കിടക്കുന്നു അല്ലേ? ഇനി ഈ സമയത്ത് ഈ കാർബോണിഫറസ് യുഗം എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് ആംഫിബിയൻസിന്, അതായത് ഈ ഉഭയജീവികൾ, വെള്ളത്തിലും കരയിലും ആയിട്ടുള്ള ജീവിതമുണ്ടല്ലോ. അപ്പോൾ തവള തന്നെ നോക്കിയാൽ അവയുടെ കാലമാണിത്. അതിൽപ്പെട്ട ഒരു ജീവി, അതായത് ഇന്ന് ആംഫിബിയ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന തവളയും സാലമാൻ്റെ സാധനങ്ങളെ അവരൊക്കെയാണ്. പക്ഷേ ഇതൊന്നല്ല, അതിനേക്കാളും നമ്മളീ പറഞ്ഞ കാർബോണിഫറസ് യുഗത്തിലൊക്കെ വളരെ ഭീകരന്മാരായ ഈ ജീവികളുണ്ടായിരുന്നു. അവരുടെ ഫോസിലാണിത്, ടെമ്നോസ്പോണ്ടിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാലം കാർബോണിഫറസ് യുഗം ഈ ഏജ് ഓഫ് റെപ്റ്റൈൽ ഇവരാണ്, അതായത് ആംഫിബിയൻസിൻ്റെയാണ്. ഇനി നമ്മൾ അതിപ്രധാനമായൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഈ എങ്ങനെയാണ് നമ്മളൊക്കെ രൂപപ്പെട്ടു വന്നത്? അതിൻ്റെ അടിത്തറ ഇതാണ്, ആംനിയോട്ടുകളുടെ ആവിർഭാവം. ആംനിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ, ഇവരാണ് ആംനിയോട്ട്. എന്താണ് സംഭവം? അതായത് അതിന് നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിലേ മത്സ്യങ്ങളുടെയും ഉപജീവികളുടെയൊക്കെ പ്രജനനം അവരുടെ മനസ്സിലാക്കണം, അവരുടെ പുനരുൽപാദനം. മത്സ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, പ്രായപൂർത്തിയായ മത്സ്യം അതിൻ്റെ ആ സമയത്ത് കഴിഞ്ഞാൽ പെൺമത്സ്യം കുറേ മുട്ടകൾ വെള്ളത്തിൽ റിലീസ് ചെയ്യും, വിസർജിക്കും. അപ്പോൾ അതിന്മേലേക്ക് ആൺമത്സ്യം അതിൻ്റെ സ്പെം അത് വിസർജിക്കും. അങ്ങനെയാണ് അവയുടെ ഈ ബീജസങ്കലനം നടക്കുന്നത്. കാരണം അവിടെ അങ്ങനെ മതി, ജലത്തിലാണ് അങ്ങനെ മതി. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ നടക്കും. അതുപോലെ ഇത് തന്നെയാണ് തവളയ്ക്കും. തവളയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, തവളയും വെള്ളത്തിൽ തന്നെയാണ് അതിൻ്റെ പ്രജനനം നടക്കുന്നത്. തവള വെള്ളത്തിൽ പ്രജനനം നടന്നിട്ട് വാൽമാക്രിയാണ്. ഈ വാൽമാക്രി രൂപപ്പെടുമ്പോൾ അതിന് ഈ ചെകിളകളാണുള്ളത്, ഗിൽസ്, ഇങ്ങനെ ജലത്തിലെ ഓക്സിജൻ സ്വീകരിക്കാനുള്ള ഗിൽസാണ് അതിനുള്ളത്. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ സ്ഥാനത്ത്, ചെകിളയുടെ സ്ഥാനത്ത് ശ്വാസകോശം വരും. അപ്പോഴേക്കും അതിൻ്റെ വാലൊക്കെ മുറിഞ്ഞ് കാലൊക്കെ രൂപപ്പെട്ട് വരും. അങ്ങനെയാണ് കരയിലേക്ക് കയറുന്നത്. 2 സ്റ്റെപ്പാണ് അതിനുള്ളത്. അതാണ് ഉഭയജീവി എന്ന് പറഞ്ഞത്. ആ ഉഭയജീവി എന്നാണ് അടുത്ത പദമായ ഈ ആംനിയോട്ടുകളിൽ നിന്ന് ഉരകങ്ങൾ രൂപപ്പെട്ട് വരുന്നത്, നമ്മളൊക്കെ രൂപപ്പെട്ട് വരുന്നത്. അതായത് നോക്കുക, അതിൽ കാണുന്നില്ല ആംനിയോൺ. നമ്മളിപ്പോൾ ഒരു കോഴിമുട്ട എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കോഴിമുട്ടയുടെ ഭ്രൂണങ്ങളുടെ ഭാഗത്ത് ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു പാട, ഒരു സ്ഥരം. ആ മെംബ്രെയിൻ, അതാണ് ഈ ആംനിയോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ്, അതാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ നമ്മുടെ ഭ്രൂണം കെടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ആ ഭ്രൂണത്തിന് വളരാനുള്ള ഈ യോഗ് സാക്ക് ഉണ്ട്. യോഗ് സാക്ക് എന്ന് പറഞ്ഞാൽ അതിലെ പോഷകങ്ങൾ, വിറ്റാമിൻസും മിനറൽസും ഒക്കെയുള്ള സാധനങ്ങളുണ്ട്. ഒരു കോഴി കുഞ്ഞായിട്ട് വരണമെങ്കിൽ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ആൽബുമിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീനാണ്. അങ്ങനെയൊക്കെ രൂപപ്പെട്ടു. അത് ഒരു കോഴിമുട്ടയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണത്തിന് കോഴിമുട്ട നമുക്ക് നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈ ആംനിയോൺ രൂപപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ, കരയിൽ മുട്ടയിടാറായി. അതായത് ആ മുട്ട നിലത്ത് വീണാൽ തന്നെ വലിയ അപകടം ഉണ്ടാവില്ല. കാരണം ഈ സാധനം, ഈ ആംനിയോണും ആംനിയോട്ടിക് ഫ്ലൂയിഡും ഇതിനെ സംരക്ഷിക്കും. ഈ സിസ്റ്റം രൂപപ്പെട്ടു വന്നതാണ് കരയിൽ
ജീവികൾ രൂപപ്പെടുന്നതിൻ്റെ അടിത്തറ. ഇന്നിപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം നോക്ക്. അതായത് ഈ സംവിധാനം ഉണ്ടല്ലോ, ഈ യോഗ്സാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് നമുക്കുണ്ട്. പ്ലാസെൻ്റൽ മാമൽ ഇതാണ്. നമ്മൾ പ്രസവിക്കുന്ന സസ്തനെയാണ് നമ്മൾ പ്രസവിക്കുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് നേരിട്ട് പ്ലാസെൻ്റ പൊക്കിൾ ഇതുവഴിയാണ് നമുക്കുള്ള ആ രക്തവും പോഷണങ്ങളും ഓക്സിജനൊക്കെ കിട്ടുന്നത്, നേരിട്ട് അമ്മയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്തിനാ ഈ സാധനം ഈ യോഗ്സാക്ക് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഗർഭത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ സാധനം രൂപപ്പെട്ട് വരുന്നുണ്ട്, ഈ യോഗ്സാക്ക് രൂപപ്പെട്ട് വരുന്നുണ്ട്. എന്താണ് പരിണാമത്തിൻ്റെ ഒരു ഇതുപോലത്തെ നല്ല തെളിവുകൾ വേറെ എന്താ വേണ്ടത്? നമ്മൾ എന്തുമാത്രം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. 2025 യുക്തിവാദികൾ ഇതൊക്കെ എത്ര കണ്ട് നമ്മുടെ ആയുധങ്ങളാണിത്. ആ മതത്തെ തകർക്കാനും ഒക്കെയുള്ള നമ്മുടെ ആയുധങ്ങളാണ്. പക്ഷേ ശീമക്കൊന്ന പോലും നമ്മുടെ കയ്യിലില്ല. വജ്രായുധമാണ് കയ്യിലുള്ളത്, പക്ഷേ ശീമക്കൊന്ന പോലും എടുത്ത് ഉപയോഗിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ തകരാറ്. നമ്മൾ പഠിച്ചെങ്കിലേ ആശയം കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് വന്നതിന് ശേഷം ഇനി കരയിലാണ് ജീവിതം വരുന്നത്. ഇനി കരയിലേക്കാണ് 29 കോടി വർഷം തൊട്ടുള്ള അടുത്ത കാലം. അതായത് പെർമിയൻ യുഗം എന്ന് പറയും. പെർമിയൻ കഴിഞ്ഞ 29 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 25 കോടി വർഷം വരെയുള്ള കാലമാണ് പെർമിയൻ യുഗം എന്ന് പറയുന്നത്. ഈ പെർമിയൻ യുഗത്തിൽ ഇവരാണ് ഉരകങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ആദ്യകാല ഉരകം നമ്മളിപ്പോൾ പാമ്പിനെയും അതുപോലെ ഓന്ത്, ഡിനോസർ അവരൊക്കെ നമ്മൾ ഉരകപ്പട്ടിയിൽ വരുന്നത്. പക്ഷെ നമ്മളറിയാത്ത ഭൂതകാലത്തുള്ള ഒരുപാട് ഉരകങ്ങളുണ്ട്. അതിലൊന്നാണിത്. പെർമിയൻ യുഗത്തിൽ വരുന്നു. ഇനി നമ്മൾ അതിൽപ്പെട്ട ഹൈലോനമസ് എന്ന ഒരു ജീവിയാണത്. അതിൻ്റെ ഫോസിലാണ് കാണിച്ചിട്ടുള്ളത്. പെർമിയൻ കഴിഞ്ഞാൽ നമ്മളൊരു ഭീകരമായ അടുത്ത മാസ എക്സ്റ്റൻഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ 7 ഭൂഖണ്ഡങ്ങളാണ് ഭൂമുഖത്തുള്ളത്, നമ്മൾക്ക് അറിയാവുന്നതാണ് കാര്യം. പക്ഷെ നമ്മുടെ വിചാരം എല്ലാ കാലത്തും ഇത് ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ്. അങ്ങനെയല്ല കേട്ടോ. പല കാലത്തും ഭൂമിയുടെ ചരിത്രത്തിലെ ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചു കൂടി ഒറ്റ സൂപ്പർ ഭൂഖണ്ഡമാവും. ചില സമയത്ത് അത് പിളർന്ന് പല ഗതായി മാറും. പല ഭൂഖണ്ഡങ്ങളുണ്ട്, ഞാൻ അതിനൊന്നും എടുത്തിട്ടില്ല. കൊളംബിയ എന്നുള്ള 170 കോടി വർഷം തൊട്ടുള്ളതുണ്ട്. പിന്നെ റോഡീനിയ എന്നുള്ള 90 കോടി വർഷം തൊട്ടുള്ള, അങ്ങനെ പലതുണ്ട്. ഇത് സംഭവിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ 31 കോടി വർഷം തൊട്ട് സംഭവിക്കും. കാർബണിഫറസ് യുഗം തൊട്ട് ഈ ഭൂഖണ്ഡങ്ങളൊക്കെ ഒന്നിച്ചുകൂടി ഒരു സി മാതൃകയിലേക്ക് എടുക്കുന്നത്. അതിന് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നോക്കുന്നതാണ്. ഇന്ത്യ കാണാല, ഇന്ത്യ കിടക്കുന്നത് എവിടെയാണ്? അങ്ങ് തെക്കേറ്റത്താണ്. അവിടെ നിന്നാണ് ഇതൊക്കെ. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് അന്ന് സമുദ്രമായിരുന്നേ, ടെറ്റിസ് എന്ന് പറയും ആ സമുദ്രം. അതൊക്കെ താണ്ടി തെക്കുന്ന 6000 കിലോമീറ്റർ ദൂരം ഒരു വർഷത്തിൽ 6 സെൻറ്റിമീറ്റർ വേഗത്തിൽ ആണ് നമ്മൾ ഇവിടെ വന്ന് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്ത് വന്ന് നിന്നുള്ളത്. വന്ന് കൂട്ടിയിടിക്കായിരുന്നു. ആ കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയ പർവ്വതം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഹിമാലയ പർവ്വതത്തിൻ്റെ ഉള്ളിൽ 5 കിലോമീറ്റർ ഉയരത്തിൽ കടൽ ജീവിയുടെ ഫോസിലുണ്ട്. അതൊക്കെ അതിൻ്റെ അപ്പം ഈ സമയത്താണ് മൂന്നാമത്തെ അതിഭീകരമായ കൂട്ടവംശവിനാശം നടക്കുന്നത്. അതിഭീകരമായൊരു കൂട്ടവിനാശം നടന്നു. അതിൽ അന്ന് 90% ജീവികളും ഭൂമുഖത്തെ പോയി. 90% ജീവികളും പോയി അതിനകത്ത്, കരയിലും വെള്ളത്തിലായിട്ട്. ബാക്കിയുള്ള ഇന്നാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ജീവൻ്റെ യാത്ര എന്ന് പറയുന്നത് വളരെ സുഖകരമായ ഒന്നല്ല. അത് എപ്പോഴും ജീവൻ്റെ തളിർത്ത് മുന്നോട്ട് വരും. അപ്പോൾ അതിനെ നശിപ്പിക്കും. അത്തരത്തിലാണ്. അപ്പോൾ ഈ പെർമിയൻ യുഗത്തോട് കൂടിയിട്ട്, ഈ മൂന്നാമത്തെ മാസ് എക്സ്റ്റൻഷനോട് കൂടിയിട്ട് ഈ പാലിയോസോയിക് മഹായുഗം എന്ന് പറഞ്ഞത് അവസാനിച്ചു. കഴിഞ്ഞ 54 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 25 കോടി വർഷം വരെ നീണ്ടു നിൽക്കുന്ന പഴയകാല ജീവിതം അവസാനിച്ചു. ഇനി നമ്മൾ മധ്യകാല ജീവിതത്തിലേക്കാണ് കിടക്കുന്നത്. മെസോസോയിക് മഹായുഗം. അതിനകത്ത് ട്രയാസിക്, ജുറാസിക്, ക്രിറ്റേഷ്യസ് ഇതുണ്ട്. ഈ ജുറാസിക് എന്നൊക്കെ കാലം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ? ജുറാസിക് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഡിനോസറുകളുടെ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ജുറാസിക് എന്താണെന്ന്. ആ കാലത്ത് മൊത്തം, അതായത് കഴിഞ്ഞ 25 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 6.5 കോടി വർഷം വരെയാണ് ഈ മെസോസോയിക് മഹായുഗം എന്നുള്ളത്. ഈ കാലത്ത് മൊത്തം പറയുന്ന പേരാണ് ഏജ് ഓഫ് റെപ്റ്റൈൽസ്. അത് ഉരകങ്ങളുടെ പ്രതാപകാലം. അതിൽ നമ്മൾ പല ഉരകങ്ങളും ഉണ്ട്. അതിൽ ചിലതിനൊക്കെ നമുക്ക് കാണാം. ഇതാണ് അതിൽ ആദ്യത്തെ പീരീഡാണ് ട്രയാസിക് യുഗം. കഴിഞ്ഞ 25 കോടി വർഷം തൊട്ട് തുടങ്ങി കഴിഞ്ഞ 20 കോടി വർഷം വരെയുള്ള കാലമാണ് ട്രയാസിക് യുഗം. അതിനകത്ത് ഈ ഉരകങ്ങൾ വ്യാപിക്കാൻ തുടങ്ങുകയും കര, സമുദ്രം, ആകാശം എല്ലായിടത്തും അവർ വ്യാപിക്കുന്നു. അതിൽ ഡിനോസറുകളുണ്ട്. ഡിനോസർ കരയിലേ. പിന്നെ ടെറോസോറുകൾ എന്ന് പറഞ്ഞാൽ പറക്കുന്ന ഉരകങ്ങൾ. പിന്നെ മറൈൻ റെപ്റ്റൈലുകൾ. ഇതാണ് സംഭവം. ഇത് ആദ്യത്തെ ഡിനോസറാണ്. 23 കോടി വർഷം മുമ്പത്തെ ഡിനോസറുടെ ആദ്യമത്തെ രൂപം.
പിന്നെ ഇതാണ് ടെറസോറുകൾ. സിനിമ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, ജുറാസിക് സിനിമ കണ്ടില്ലെങ്കിൽ എല്ലാവരും വീണ്ടും സിനിമ കാണുക, അതിലൊക്കെ സാധനങ്ങൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇതാണ് ഇക്തിയോസോറസ് എന്ന്, അത് ജലത്തിൽ ജീവിക്കുന്ന ഉരകം, അവരാണ് ഇക്തിയോസോറസ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ കാലത്തെ ജീവികൾ. ഇനി ഈ ട്രയാസ് യുഗത്തിൻ്റെ അവസാനം വീണ്ടും മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കുകയും കൂട്ടവംശനാശം നടക്കുകയും 70% ജീവികളും തൊലഞ്ഞു പോവുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത യുഗം, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട യുഗം ജുറാസിക് യുഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 20 കോടി വർഷം തൊട്ട് തുടങ്ങി കഴിഞ്ഞ 14.5 കോടി വർഷം വരെയുള്ള കാലമാണ് ജുറാസിക് യുഗം. ഇത് ഡിനോസറിൻ്റെ കാലയളവാണ്. അതിനെ നമുക്ക് ഏജ് ഓഫ് ഡിനോസേഴ്സ് എന്ന് പറയും. അടുത്ത 15 കോടി വർഷങ്ങൾ അവരുടെ പ്രതാപകാലമാണ്. നട്ടലികളിലെ ഏറ്റവും പ്രതാപികളായിട്ട് ഡിനോസറുകൾ വാണ കാലമാണ് നമ്മൾ ഈ പറയുന്ന ജുറാസിക് യുഗം. ഇതാണ് സംഭവം. കണ്ടില്ലോ, ഇവരാണ് കഴിഞ്ഞ ജുറാസിക് യുഗത്തിൽ, അതായത് 20 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 14 കോടി വർഷം വരെയുള്ള ആ കാലത്തെ ഭൂമിയിലെ പ്രമാണികളാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജീവികളുടെ കൂട്ടത്തിൽ തന്നെ സസ്തനികളായ നമ്മുടെ പൂർവികരുണ്ട്. 21 കോടി വർഷം തൊട്ട് തന്നെ സസ്തനികൾ രംഗത്ത് വരുന്നുണ്ട്, നമ്മുടെ സസ്തനികൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ വികസിച്ച് വരാനുള്ള അവസരങ്ങളില്ല. കാരണം ഈ ഭീമന്മാരല്ലേ, ഇവർ കണ്ണി കണ്ട തട്ടിയാൽ നമ്മളെ ഇതില്ല. അതുകൊണ്ട് നമ്മുടെ പൂർവികരായ സസ്തനികൾ ഒരു പൂച്ചയുടെ ഒക്കെ വലുപ്പത്തിൽ ആ കാലത്തുള്ളൂ. 6.5 കോടി വർഷം വരെ നമ്മുടെ പൂർവികർ ഈ പൂച്ചയുടെ വലുപ്പത്തിലുള്ളൂ. വളരെ ചില ഈ ഡിനോസറുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ സസ്തനികൾ ഈ നിശാചരന്മാർ രാത്രി ജീവിക്കുന്നവരായിട്ട് മാറുകയും അതിനനുസരിച്ചുള്ള ചില അനുകൂലങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ മണം പിടിക്കാനുള്ള കഴിവ് സസ്തനികൾക്ക് അപാരമായി നിൽക്കുന്നതിൻ്റെ കാരണമൊക്കെ ഇതാണ്. പല തരത്തിലുണ്ടത്. അപ്പം അവർ സസ്തനികളുണ്ടെങ്കിലും ഡിനോസറുകൾക്കാണ് ആ കാലത്തെ പ്രാമുഖ്യം. ഇത് നോക്കുക, 60 ടൺ ഭാരമുള്ള ഒരു സാധനം, ഒരു ജീവി ഡിപ്ലോഡോക്കസ്, അതിൻ്റെ ഫോസിലാണ് കാണുന്നത്. ഇത് അമേരിക്കയിലാണ് ഉള്ളത്. നമുക്ക് ഇപ്പം നേരിട്ട് കാണാൻ എളുപ്പമല്ല, അവിടേക്ക് പോകേണ്ടി വരും. നമുക്ക് കാണാം, നമ്മുടെ നാട്ടിൽ സാധനങ്ങളുണ്ട്, ഡിനോസറുകളുണ്ട്, പക്ഷെ നമുക്കതൊന്ന് കുടിച്ചെടുക്കാനുള്ള സമയമില്ല. ഡിപ്ലോഡോക്കസ്. ഇനി ഇത് കഴിഞ്ഞാൽ ക്രിറ്റേഷ്യസ് യുഗം, അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 14.5 കോടി വർഷം തൊട്ട് കഴിഞ്ഞ 6.5 കോടി വർഷം വരെയുള്ള കാലം. ഇതാണ് ഡിനോസറുകളുടെ വീണ്ടും മറ്റൊരു കാലം വരെയാണ്. ഈ സമയത്താണ് ഭീമാകാരന്മാരായ സസ്യബുക്കുകൾ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ തന്നെ പറയണം, ഭീമാകാരന്മാർ. അതിൽ ഒരു ഉദാഹരണം നോക്കുക, ഇതാണ് അർജന്റീനോസോറസ് എന്നാണ് അതിൻ്റെ പേര്. 131 അടി നീളവും 110 ടൺ ഭാരവും. ഒന്ന് ഭാവനയിൽ കണ്ടുനോക്കിയേ, നടക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും. ആ തരത്തിലല്ല ഇതുള്ളത്. അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭൂമിയിലെ ഏറ്റവും ജീവി ഇവരല്ല, ഭൂമിയിലെ ഏറ്റവും ഭാരം കൂടിയതായ ജീവി ഇവരല്ല, അത് നീലത്തിമിംഗലം തന്നെയാണ്. നീലത്തിമിംഗലം 140 ടണ്ണിലും മേലെ ഭാരം വരെയാണ് തന്നെ. അപ്പോൾ ഈ പറയുന്ന ക്രിറ്റേഷ്യസ് യുഗത്തിലുള്ള ജീവികൾ ഇവരൊക്കെയാണ് പ്രധാനം. അവർക്കാണ് പ്രാമാണ്യം. വേറെ പലതും ഉണ്ട്, പക്ഷെ നമുക്കതിൽ ഇതാക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഡിനോസർ. ഇവനാണ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ ഡിനോസർ, മാംസബുക്ക്, ടിറാനോസോറസ് റെക്സ്. ഇതിന് സമാനനായ ഒരു ഇന്ത്യൻ പതിപ്പുണ്ട്. 1983 നമ്മുടെ ഗുജറാത്തിലെ നർമ്മദ തടത്തിൽ നിന്നാണ് അതിൻ്റെ ഫോസിൽ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പേര് രാജാസോറസ് നർമ്മദാൻസിസ് എന്നാണ്. അവൻ്റെ തലയാണ് കിട്ടിയിട്ടുള്ളത്. അതിപ്പോഴും മ്യൂസിയത്തിലുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ ഡിനോസർ അടിച്ചാൽ മതി, രാജാസോറസ് നർമ്മദാൻസിസ്. ഇതാണ് ഈ കാലം. ഇനി വളരെ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നാം മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു സസ്തനികളൊക്കെ ഉണ്ടാകുന്നതിന് ആധാരമായ ഒരു അതിപ്രധാനമായ സംഭവം. നമ്മളിപ്പം ഈ ഡിങ്കനെ നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഡിങ്കനെ കൊണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷേ ഡിങ്കന് സമാനമായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു സംഗതിയുണ്ട്, അല്ലെങ്കിൽ ഡിങ്കനേക്കാൾ മേലെ കാണിക്കേണ്ട സംഗതിയുണ്ട്. അതാണ് ഒരു ആസ്ട്രോയിഡ്, ഒരു ഉൽക്ക. അതായത് 6.5 കോടി വർഷം മുമ്പ് ക്രിറ്റേഷ്യസ് യുഗത്തിൻ്റെ അവസാനം ഒരു ഉൽക്ക ഭൂമിയിൽ വന്നിടിക്കുകയും അതിൻ്റെ ഫലമായി സമ്പൂർണ്ണമായി ഡിനോസറുകൾ നശിക്കുകയും ചെയ്തു. വളരെ പ്രധാനമാണ് ഈ സംഭവം. എല്ലാ ഡിനോസറുകളും ഈ കാലത്ത് തവിടുപൊടിയായി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഉൽക്ക വന്നിടിച്ച സമയവും സ്ഥലവും അതിപ്രധാനമാണ്. അത് ഒരു 30 സെക്കൻഡ് മുന്നോട്ട് പോയാലോ 30 സെക്കൻഡ് പിന്നോട്ട് പോയാലോ ഒന്നും സംഭവിക്കില്ല ഭൂമിയിൽ. കുറച്ച് കടൽ ജീവികൾ മാത്രമേ നശിക്കുള്ളൂ. അതായത്
ഇത് വന്നു വീണത് മെക്സിക്കോയിൽ യുക്കാത്താൻ എന്ന് പറയുന്ന ഒരു പെൻസിലുണ്ട്. അവിടെ മേപ്പിലെടുത്ത് നോക്കിയാൽ പറ്റും, അവിടെയാണ് ഇത് വന്ന് വീണത്. അത് 30 സെക്കൻഡ് മുന്നേ ആണെങ്കിൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്ന് വീഴും. 30 സെക്കൻഡ് പിന്നെ ആണെങ്കിൽ അത് പസഫിക്കിൽ, അത് നമ്മുടെ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്ക, അതിലെടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷേ കൃത്യമായ സ്ഥാനത്ത് അത് വന്ന് വീണെന്ന് പറഞ്ഞാൽ ആ വീണ ഇടം ഗന്ധകത്തിൻ്റെ പാറയാണ്. ഗന്ധകത്തിൻ്റെ പാറമേല വന്ന് വീണത്. വന്ന് വീണ സമയത്ത് ഈ ഗന്ധകപ്പാറയും ഉൽക്കി അടക്കം തവിട്ട് പൊടിയായി. എന്നിട്ട് അതിൻ്റെ കരിയും പൊടി പടലങ്ങളുണ്ടല്ലോ, അതിഭീകരമായ ഫോഴ്സാണ് ആ സമയത്ത് ഉണ്ടായത്. ആ സമയത്ത് ഭൂകമ്പം ഉണ്ടാകുന്നു, പിന്നെ കാട്ടുതീ അങ്ങനെ പരക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് സംഭവിച്ചത് ഈ പൊടി പടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും അത് അന്തരീക്ഷത്തെ ഒരു സൂര്യപ്രകാശത്തെ മറയ്ക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സൂര്യപ്രകാശം താഴേക്ക് വരില്ല, അവിടെ തടയപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും പ്രകാശ സംരക്ഷണം നടക്കില്ല. അപ്പോൾ സസ്യഭുക്കുകളായിരിക്കുന്ന ജീവികൾ അവിടെ തീരും, എല്ലാ ഡിനോസറും അവിടെ തീരും. അതായത് നമ്മൾ നേരത്തെ കണ്ട അർജന്റീനോസറസൊക്കെ വേഗം തന്നെ നശിച്ചു പോകും. അപ്പോൾ അവർ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാശ്രയിക്കുന്ന ടിറാനോസോറസ് ഒക്കെ പോലുള്ള അവർക്കും നശിച്ചു പോകും. അങ്ങനെയാണ് സംഭവിച്ചത്. ഇതാണ് 5ാം കൂട്ടം വംശവിനാശം. അതിൽ 76% ജീവികളാണ് അന്ന് നശിച്ചു പോയത്. ഇതാണ് സത്യത്തിൽ സസ്തനികൾ പിന്നീട് വിപുലീകരിച്ച് വരാനും അതിൻ്റെ ശേഷം മനുഷ്യനുണ്ടാകുന്നതിനും അടിസ്ഥാനമായ കാരണം. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും ഡിനോസറുകൾ പിന്നെയും വരുമായിരുന്നു. ഈ കണക്ക് കൂട്ടാനും യുഗങ്ങളെ കണക്ക് പറയാനൊന്നും മനുഷ്യനുണ്ടാവില്ല ആ സമയത്ത്. കാരണം സസ്തനികൾ ഇത്രയേ ഉള്ളൂ, അവർക്ക് വികസിക്കാൻ പറ്റുന്നില്ല. മറിച്ച് ഡിനോസറുകളാണെങ്കിൽ വലിയ രൂപത്തിൽ വികസിച്ച് വരുന്നുണ്ട്. പക്ഷെ അതിനും ഒരു അറുതി വന്നു ഈ ക്രിറ്റേഷ്യസ് യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, ഈ ഉൽക്കാപതനത്തിലൂടെ. ഇന്ന് ഏറ്റവും കൂടുതൽ മാസ് എക്സ്റ്റിങ്ഷനിൽ ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെട്ട സംഭവം ഇതാണ്, ഈ പറയുന്ന ഈ 5ാമത്തെ കൂട്ടവംശനാശം. ഇതിന് ശേഷം ഡിനോസറുകൾ കൈയൊഴിഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ സസ്തനികൾ, ഇത്രയും ചെറുപ്പത്തിലുള്ള സസ്തനികൾ അതിവേഗം വ്യാപിക്കുകയാണ്. ഇനി മെമ്മാലിയൻ ഏജാണ്, സസ്തനികളുടെ യുഗമാണ്. ഇനി നമ്മൾ സീനോസോയിക് മഹായുഗത്തിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ 6.5 കോടി വർഷം തൊട്ട് ഇന്നോളം വരെയുള്ള കാലമാണ് സീനോസോയിക് മഹായുഗം എന്ന് പറഞ്ഞാൽ. ഇത് സസ്തനികളുടെ കാലം, അതല്ലെങ്കിൽ ആധുനിക ജീവികളുടെ കാലം. ഇതാണ് മനുഷ്യൻ്റെ പരിണാമത്തിലേക്ക് നയിക്കുന്ന ഭാഗങ്ങൾ. നമ്മളാണത് നോക്കുക. ഇതിൽ പാലിയോസീൻ, ഇയോസീൻ, ഒലിഗോസീൻ, പിന്നെ മിയോസീൻ, പ്ലിയോസീൻ, പിന്നെ പ്ലീസ്റ്റോസീൻ, അങ്ങനെ 6 യുഗങ്ങളുണ്ട്. ഇതിലാണ് നമ്മളുടെ ചരിത്രം വിശദീകരിക്കപ്പെടുന്നത്. ഇതിൽ ഒരു ജീവിയുടെ കഥ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. തിമിംഗലം ഉണ്ടാകുന്നത് അറിയാലോ. തിമിംഗലം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ്, 140 ടൺ എന്ന് പറഞ്ഞു. അവയുണ്ടാകുന്നത് കരയിലെ ജീവിയിൽ നിന്നാണ്. കരയിലെ ഒരു ജീവിയിൽ നിന്നാണ്. കഴിഞ്ഞ ഇയോസിൻ യുഗത്തിൽ, അത് 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് കരയിലെ ഹിപ്പോപ്പൊട്ടമസിൻ്റെ ആ വിഭാഗത്തിൽ അതിൻ്റെ ആ വംശാവലിപ്പെട്ട ഒരു ജീവിയാണ്. അതിന് പാക്കിസിറ്റസ് എന്നും പിന്നെ ഇൻഡക്സ് എന്നൊക്കെ പറയാൻ, അതിൽ നിന്നാണ് ഈ തിമിംഗലങ്ങളുടെ പരിണാമം നടക്കുന്നത്. അതൊരുപാട് ഇതാണ്. എൻ്റെ ഒരു ആദ്യത്തെ പുസ്തകത്തിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് തിമിംഗലം സസ്തനിയാണ്, അന്തരീക്ഷവായു ശ്വസിക്കുന്നതാണ്, കുട്ടികളെ പ്രസവിക്കുന്നതാണ്, അതാണ് കടലിൽ. അതാണ് ഇതിൻ്റെ പരിണാമത്തിൻ്റെ മറ്റൊരു വശം എന്നുള്ളത്. അതിന് നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. പ്രൈമേറ്റുകൾ, സസ്തനികൾ കുറേ ഓർഡറുകളായിട്ടുണ്ട്. അതിലൊരു ഓർഡറാണ് ഈ പറഞ്ഞ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞത്. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷങ്ങളിൽ ജീവിക്കുന്ന ജീവികളാണ് ഈ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞത്. അതിനുള്ള പരിണാമം അവർക്ക് രൂപപ്പെട്ടു വന്നു. അതിന് 5 കോടി വർഷം, ആ കാലത്തിന് ഇയോസിൻ യുഗം എന്ന് പറയും. ആ കാലത്താണ് ഈ പ്രൈമേറ്റുകൾ രൂപപ്പെട്ടു വന്നുള്ളത്. ഈ പ്രൈമേറ്റിൻ്റെ പിൽക്കാല വികാസത്തിലാണ് മനുഷ്യൻ രംഗത്ത് വരുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഓൾഡ് വേൾഡ് മങ്കീസ് കഴിഞ്ഞ 3 കോടി വർഷം തൊട്ട്, അതായത് ഒലിഗോസിൻ യുഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ പ്രൈമേറ്റുകളിൽ നിന്ന് ഈ ഓൾഡ് വേൾഡ് മങ്കി എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ ഏഷ്യൻ കുരങ്ങളെ പറയുന്ന പേരാണ്. ഈ കുരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുച്ഛിച്ച് തള്ളരുത് കേട്ടോ. കാരണം ഈ കുരങ്ങളും നമ്മളും തമ്മിൽ 93% ജനറ്റിക് റിലേഷൻ ബന്ധമാണുള്ളത്. 93% ജനിതക ബന്ധമാണുള്ളത് ഇവർ തമ്മിൽ. തനിക്ക് കുരങ്ങെന്ന് കൊണ്ട് ഞാനും കളിപ്പിക്കരുത്, കാരണം നമ്മുടെ വംശാവലിയിൽ വരുന്നവരാണ് അവർ. ഇതാണ് വാലില്ലാ കുരങ്ങന്മാർ എന്ന് പറയുന്ന ആപ്സുകൾ. ഈ ആപ്സുകൾ കഴിഞ്ഞ 2.5 കോടി വർഷം തൊട്ട് ഇവർ രംഗത്ത് വരുന്നുണ്ട്. അതായത് ചിമ്പൻസി, ഗറില്ല, ഒറാങ്ങുട്ടാൻ, ഗിബ്ബൺ, ഇവരാണ് നമ്മളിന്ന് അറിയുന്ന
ഈ വല്ല കുരങ്ങന്മാർ ഇതിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പരിണമിക്കുന്നത്. അത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ട് മനുഷ്യൻ്റെ പരിണാമം തുടങ്ങുന്നു. നമ്മളുടെ എല്ലാവരുടെയും ആകാംക്ഷ നമ്മൾ മനുഷ്യരായിരിക്കുന്നതിൻ്റെ അതിലേക്ക് നയിച്ച പരമപ്രധാനമായ കാര്യം സംഭവിക്കുകയാണ് കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ട്, അതായത് മിയോസീൻ യുഗത്തിൻ്റെ അവസാനം. ഇതിൻ്റെ പേരാണ് സഹേലാന്ത്രോപോസ് ചാഡൻസിസ്. ഇത് 2000 ഈ ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ഫോസിൽ കിട്ടിയിട്ടുള്ളത്. ഇവനിൽ നിന്നാണ് തുടക്കം. അതായത് 2 കാലിൽ ഈ പൂർവികൻ നിവർന്ന് നിന്നിരുന്നു. അതിൻ്റെ തെളിവുകൾ ഈ ഫോസിൽ തന്നെയുണ്ട്. ഈ തലവെട്ടിക്കുള്ളിൽ അതിൻ്റെ ഈ നട്ടലിൻ്റെ ഭാഗങ്ങൾ സുഷുമ്നെ ഇറങ്ങി വരുന്ന ഒരു ദ്വാരമുണ്ട്, ഫോറമൻ മാഗ്നം എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഈ പറയുന്ന ഫോസിലുണ്ട്. മനുഷ്യപരിണാമം കൃത്യമായി അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ആ തുടർച്ചയിൽ നമ്മൾ കഴിഞ്ഞ 24 ലക്ഷം വർഷം എത്തുമ്പോൾ ഈ പൂർവികനിലെത്തുന്നു, അതായത് ഹോമോ ഹാബിലിസ്. ഇതൊക്കെ പോപ്പുലർ സയൻസിൽ വരുന്ന ഭാഗങ്ങളാണ്, നമ്മൾ പലരും ശ്രദ്ധിക്കണമാണ് പഠിക്കാനായിട്ട്. ഹോമോ ഹാബിലിസ് 24 ലക്ഷം വർഷം തൊട്ട് കാണുന്ന മനുഷ്യപൂർവികനാണത്. ഈ മനുഷ്യപൂർവികനെ ഇതിന് പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ മുമ്പുള്ള ജീവികൾക്കൊക്കെ സഹേലാന്ത്രോപോസ് തൊട്ടുള്ള ആ ജീവികൾക്കൊക്കെ അവരുടെ മസ്തിഷ്ക അളവ് എന്ന് പറഞ്ഞത് 360 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഹാബിലിസിലെത്തുമ്പോൾ അതിൻ്റെ അളവ് 630 മുതൽ 650 വരെ വികസിക്കുന്നു. ഇവിടെ തൊട്ട് ചരിത്രം മാറുകയാണ്. മനുഷ്യനിലേക്കുള്ള യാത്ര കൃത്യമായിട്ട് ആരംഭിക്കുകയാണ്. അതായത് മസ്തിഷ്കമാണ് നമ്മൾ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 2 കാലിൽ നിവർന്ന് നിൽക്കുന്നതൊക്കെ കറക്റ്റാണ്, പക്ഷേ മസ്തിഷ്കമാണ് നമ്മൾ. ആ മസ്തിഷ്കത്തിൻ്റെ വികാസം, ഞാൻ നേരത്തെ ഹോക്സ് ജീനുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഹോക്സ് ജീനുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് നട്ടലുണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രക്രിയ ജീവൻ്റെ ചരിത്രത്തിൽ ഉടനീളം കാണാം. ആ കൂട്ടത്തിൽ മനുഷ്യൻ്റെ നിയോകോർട്ടെക്സിൽ ആക്റ്റീവായ കുറച്ച് ജീനുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ മസ്തിഷ്കം പടിപടിയായിട്ട് വികസിക്കുകയാണ്. കഴിഞ്ഞ 24 ലക്ഷം വർഷം തൊട്ട് നമ്മുടെ മസ്തിഷ്കം 360 നിന്ന് പടിപടിയായി വികസിച്ച് ഇന്ന് 1350 എത്തുന്നു. ഇത് നോക്കുക, ഇതാണ് സംഭവം. ഞാനാര് നിങ്ങളാര് എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ്. ആ ഊത നിറത്തിൽ കാണുന്ന പാണ്ടല്ല, ഇതാ പർപ്പിൾ നിറം, അതാണ് നമ്മുടെ നിയോകോർട്ടെക്സ് എന്ന് പറഞ്ഞത്. നിയോകോർട്ടെക്സ്, ഈ നിയോകോർട്ടെക്സാണ് നമ്മൾ ചിന്തിക്കുന്നത്, വിശകലനം ചെയ്യുന്നത്, ഭാവന ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെയൊക്കെ കേന്ദ്രം അതാണ്. ഇത് പ്രൈമേറ്റുകൾക്ക് എല്ലാവർക്കും നിയോകോർട്ടെക്സ് ഉണ്ട്. പക്ഷെ മനുഷ്യനിലെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ ജീനുകളുടെ മസ്തിഷ്കത്തിൽ ആക്റ്റീവായ കുറേ ജീനുകളുടെ ആ ഡ്യൂപ്ലിക്കേഷൻ മൂലം, അവയുടെ അധിക കോപ്പി ഉണ്ടായത് മൂലം ഇത് വർദ്ധിക്കാൻ തുടങ്ങി, മസ്തിഷ്കം വർദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി നിയോകോർട്ടെക്സ് വർദ്ധിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന ചിന്തിക്കുന്ന ബ്രെയിൻ നമുക്ക് രൂപപ്പെട്ടു വന്നത്. ഇത് വന്നതിൻ്റെ ഫലം എന്താണ്? ഇതാണ്. ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലം എന്താണ്? ഇതാണ്. നമ്മൾ ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി, ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അതായത് ചിന്തിക്കുമ്പോൾ അറിവുണ്ടാകുന്നു, ചിന്തിക്കുമ്പോൾ നമുക്ക് അറിവ് കിട്ടും. ആ അറിവിൻ്റെ 24 ലക്ഷം വർഷം തൊട്ടുള്ള മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് രൂപം കൊണ്ട ഒരു ഇതാണ് ശിലോപകരണം, ഓൾഡവൺ ടൂൾസ് എന്ന് പറയാം. നമുക്കിത് കാണുമ്പോൾ ഒരു വിലയില്ല അല്ലേ, കിട്ടിയ പട്ടീനെ പിടിച്ചെറിയും. അതാണ് മലയാളിക്ക് അങ്ങനെയുണ്ട്. ഫോസിലായ സാധനങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റും, ബുദ്ധിമുട്ടാണ്. അതൊക്കെ യൂറോപ്യന്മാർ കഷ്ടപ്പെട്ട് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ സാധനങ്ങളാണിത്. 24 ലക്ഷം വർഷമുണ്ട് താൻസാനിയ എന്ന് കിട്ടുള്ളത്. ഇത് മനുഷ്യൻ്റെ, അതായത് ഫോസിലീകരിക്കപ്പെട്ട ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്രെയിനിൽ ഇത് ആദ്യം കണ്ടതിന് ശേഷമാണ് ഇങ്ങനത്തെ സാധനം ഇങ്ങനെ അവിടെ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ കൈ കൊണ്ട് കൊത്തിയിട്ടുണ്ടാക്കുക. അവിടെ തുടങ്ങി മനുഷ്യൻ്റെ ഇമാജിനേഷൻ പവർ, ചിന്തിക്കാനുള്ള പവർ. ആ പവറിൻ്റെ ഇന്നത്തെ രൂപമാണ് അന്ന് ടൂൾസ്. അന്നുണ്ടാക്കിയത് ഈ കല്ലിൻ്റെ കഷ്ണമാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ലാപ്പ് ഉണ്ടാക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ടൂൾസും ഉണ്ടാക്കുന്നു, ഈ കസേരകളെല്ലാം, നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ചിന്തയുടെ ഫലമാണത്, അത് അറിവാണത്. അത്തരം അറിവുകളുടെ കൂട്ടത്തിലെ ഒരറിവ് മാത്രമാണ് ദൈവം. മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ഈ അറിവ്. ഇതൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. എല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിയാണ് എല്ലാം. അതിൽ ഒന്നാണ് ഈ പറയുന്ന ദൈവം എന്നുള്ളത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ നമുക്ക് ഫ്രീ വില്ല് അതുപോലെ ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ ദൈവം തന്നുകൊണ്ട് മതങ്ങൾ ബാധിച്ച് നിങ്ങളുടെ അടുത്ത് വരും. ഇതെടുത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ജെനറ്റിക്സാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ബ്രെയിൻ വികസിച്ച് വന്നിട്ടുള്ളത്. ഇത് സംബന്ധമായിട്ട് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ മനുഷ്യൻ്റെ പരിണാമം, ജൈവപരിണാമത്തിൻ്റെ മനുഷ്യനുൽപ്പത്തി എന്നതിൽ ഞാൻ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അതിൽ പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇനി ശരിക്കുള്ള മനുഷ്യനകത്ത് വരുന്നു. കഴിഞ്ഞ 3 ലക്ഷം വർഷം മുമ്പ് മൊറോക്കോയിൽ നിന്നാണ് ഈ ഫോസിൽ കിട്ടിയിട്ടുള്ളത്. ജബിൽ ഇർഹൗദ് എന്ന സ്ഥലത്തുനിന്ന്. ശരിയായ മനുഷ്യൻ ഇതാണ് നമ്മളിവിടെ രംഗത്ത് വന്നു. ഇതിൻ്റെ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ പ്രസൻറ്റേഷൻ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, അതായത് നമ്മൾ ജീവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഈ 2025 ജീവിക്കുന്നത്. ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടി ഈ കാലം ഉൽപ്പാദിപ്പിച്ച അറിവാണിത്. നമുക്ക് വേണ്ടി ഭൂതകാലം മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച അറിവാണ് ദൈവവും മതവും സാധനങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ. അതൊന്നും നമുക്ക് വേണ്ട, അത് അവരുടേതാണ്, അവർ കൊണ്ടുപോകട്ടെ. ആ കാലത്തെ മനുഷ്യർ ഈ കാലത്തെ മനുഷ്യരും തുല്യമാണെങ്കിലും സാംസ്കാരികമായി അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ട് നമ്മൾ 2 തട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് അവരുടെ അറിവ് വേണ്ട, നമുക്ക് വേണ്ടത് ഈ കാലത്തെ അറിവാണ്. നമ്മൾ യുക്തിവാദികൾ, പുരോഗമനവാദികൾ ചിന്തിക്കുന്നവർ നമ്മൾ ചെയ്യേണ്ടത് ആധുനിക കാലത്തെ അറിവുകൾ സ്വീകരിക്കുക, അത് ആയുധമാക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ യുക്തിവാദി സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നാം ഈ കാലത്തെ അറിവുകൾ സ്വീകരിച്ചുകൊണ്ട് പോരാട്ടത്തിനിറങ്ങണം. കാരണം മതം, ദൈവം എന്നത് മനുഷ്യൻ്റെ ഏറ്റവും അപകടം പിടിച്ച സാധനമാണ്. മനുഷ്യനെ രോഗിയാക്കും മതം മനുഷ്യനെ രോഗിയാക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. എങ്ങനെയാണ് മതം, നമുക്ക് തോന്നും മതം മനുഷ്യന് ആശ്വാസമല്ല കൊടുക്കുന്നത്. അങ്ങനെയല്ല, അതൊക്കെ പിന്നീട് നമ്മുടെ പുസ്തക പരമ്പരയിൽ വരും. പിന്നെ നമുക്കപ്പോൾ കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ആ ഒരു സാധനത്തിനെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ ഇത്തരം അറിവുകൾ നമുക്ക് അനിവാര്യമാണ്. ഇതാണ് എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളത്. അത് എൻ്റെ നമ്പറാണിത്, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പോഴെങ്കിലും ആ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ തന്നെയല്ല ഏത് പരിണാമ പുസ്തകങ്ങൾ വായിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്നോട് വിളിക്കാം. അതെ, ജസ്റ്റിനും ഉണ്ട്, 2 പേരും വിളിക്കാം. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം നമ്മളൊക്കെ 25 യുക്തിവാദികളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഞാനതിലൊരു പടയാളിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാം. യുദ്ധമാണിത്, വൈജ്ഞാനിക യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ രാത്രി ഒരു 7:30 ശേഷം വിളിക്കാവൂ. കാരണം എൻ്റെ തൊഴിലറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പിന്നെ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും കൂടുതൽ അറിവുകൾ നേടുക, എന്നിട്ട് യുദ്ധത്തിനിറങ്ങുക. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് മനുഷ്യജീവി പരിണാമത്തിൽ നിന്ന് കൂടി വികസിച്ച് വന്ന മനുഷ്യജീവി അവൻ്റെ ജീവിതം സന്തോഷകരമാക്കണമെങ്കിൽ, അല്ലേ തന്നെ നമുക്ക് ടെൻഷനാണ്. കാരണം പരിണാമത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മെക്കാനിസം എന്നുള്ളത്. എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്, ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. സ്ട്രെസ്സ്, പിരിമുറുക്കം, മാനസിക പിരിമുറുക്കം ഏതൊരവസ്ഥയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പലർക്കും ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. എനിക്ക് കൊണ്ടിട്ടാണ്, പക്ഷെ ഞാനത് കുറേ പരിഹരിച്ച ആളാണ്. അപ്പോൾ അതൊക്കെ ഉള്ളതിൻ്റെ കൂട്ടത്തിലാണ് മതം കുറച്ചും കൂടി ഈ സാധനം കൊണ്ട് ചെരിയുന്നത്. നമ്മളെ രോഗികളാക്കുന്നതിൻ്റെ ഒരു ഭാഗം അതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടി ഈ കിട്ടുന്ന കുറച്ച് കാല ജീവിതം സ്വാസ്ഥ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് ഇത്തരം വിഷയങ്ങൾ, പരിണാമം, അതുപോലെ കോസ്മോളജി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ എനിക്കിവിടെ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ KVSൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോടും രാജഗോപാൽ സാറിനോടും ഞാൻ എൻ്റെ നന്ദി ആദ്യം അറിയിക്കട്ടെ. പിന്നെ ഇത്ര നേരം ഒരു തകരാറുണ്ടായിട്ട് പോലും അത് കേട്ടുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്.